Number 12. In the figure, OACB is a quadrant of a circle. OACB ഇത് ഫുള്ള് ഒരു സർക്കിളിന്റെ ക്വാഡ്രന്റ് ആണ്. സർക്കിളിന്റെ ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ആംഗിൾ 90 ഡിഗ്രി എന്നാണ്. വിത്ത് സെന്റർ O ആൻഡ് റേഡിയസ് 3.5 സെന്റിമീറ്റർ. സർക്കിളിന്റെ റേഡിയസ് 3.5 സെന്റിമീറ്റർ ആണ്. OD is equal to 2 സെന്റിമീറ്റർ. ODയുടെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുക. OACB ദെൻ ഷെയ്ഡഡ് റീജിയൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ എടുത്തെഴുതാം. റേഡിയസ് ഓഫ് ക്വാഡ്രന്റ് is equal to 3.5 സെന്റിമീറ്റർ. ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ക്വാഡ്രന്റ് is equal to, ഇവിടെ ഈ ക്വാഡ്രന്റിനെ നമുക്കൊരു സെക്ടർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെക്ടർ ആംഗിൾ തീറ്റയെ നമുക്ക് 90 ഡിഗ്രി ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രന്റിന്റെ ഏരിയ θ/360 into pi r square which is equal to theta 90 degree divided by 360 into 22/7 into radius 3.5 ആണ്. 3.5 into 3.5 90 360 ഡിവൈഡ് ചെയ്താൽ 1/4 കിട്ടും. is equal to 1/4 into 22/7 into 3.5നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയാൽ 35 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. into 35/10 is equal to 7 35 ഡിവൈഡ് ചെയ്താൽ ഇവിടെ 5 എഴുതാം. then 10 5 ഇവിടെ 1 2 ലെഫ്റ്റ് ഓവർ നമ്പർ 1/4 into 22 into 35 divided by 2 into 10. 10 35 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 5s are 35 and 2 again ഈ 2 and 22 11 finally left over number 11 into 7 77 divided by 4 into 2 8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ആണ്. അപ്പോ അതിന് മുൻപായിട്ട് ഈ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോ ഏരിയ ഓഫ് ട്രയാംഗിൾ ODB is equal to half BH which is equal to half into base 3.5 ആണ് into H which is 2. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. ഫൈനലി 3.5 എന്ന് കിട്ടും. ഇവിടെ ഡെസിമലും ഇവിടെ ഫ്രാക്ഷനും ആണ്. അപ്പൊ നമുക്ക് രണ്ടിനെയും ഫ്രാക്ഷൻ ആക്കുന്നതിന് വേണ്ടി 3.5നെ 7 ഡിവൈഡഡ് ബൈ 2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഫൈനൽ ആൻസർ therefore ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ is equal to area of quadrant minus area of triangle ODB which is equal to 77 minus 8 minus 7/2 which is finally answer will be 49/8 സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ. 13th question. In the figure, a square OABC is inscribed in a quadrant OPBQ. If OA is 20 cm, find the area of the shaded region. ഇവിടെ OPBQ എന്ന ഒരു ക്വാഡ്രന്റ്, that means ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ആ ക്വാഡ്രന്റിനുള്ളിൽ OABC എന്ന ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഉള്ളിൽ കറക്റ്റ് ഫിറ്റ് ആകത്തക്ക വിധത്തിൽ വരച്ചിരിക്കുന്നു. സ്ക്വയർ ആകുമ്പോൾ അതിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വീതമാണ്. പ്ലസ് ഇത് ഒരു ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് OA 20 സെന്റിമീറ്റർ. OA ഈ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെ എടുത്തെഴുതാം. OA is equal to 20 സെന്റിമീറ്റർ. അത് സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് വിച്ച് ഈസ് 20 സെന്റിമീറ്റർ. നമുക്ക് വേണ്ടത് സർക്കിളിന്റെ അല്ലെങ്കിൽ ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസ് വിച്ച് ഈസ് OBയുടെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു സൈഡ് 20 സെന്റിമീറ്റർ മതി. എന്നാൽ ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ OBയുടെ അല്ലെങ്കിൽ OPയുടെ അല്ലെങ്കിൽ OQവിന്റെ ലെങ്ത് അല്ലെങ്കിൽ റേഡിയസ് വേണം. അതിനു വേണ്ടിയിട്ട് സ്ക്വയറിന്റെ ഒരു സൈഡും ഡയഗണൽ ആണ് ഇവിടെ വരച്ചിരിക്കുന്ന OB. ഈ ഒരു സൈഡും ഡയഗണലും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. when one side of the square is given, ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ D is equal to A root 2.
അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെ ലെങ്ത് 20 ആണ്. അപ്പൊ ഡയഗണലിന്റെ ലെങ്ത് 20√2 സെന്റിമീറ്റർ. ഇനി നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ വിച്ച് ഈസ് 20 സ്ക്വയർ ദാറ്റ് ഈസ് 400 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ക്വാഡ്രന്റ് ഈസ് ഈക്വൽ ടു θ/360 into pi r square. ഇവിടെ തീറ്റ 90 ഡിഗ്രി ആണ്. ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ആയി കൺസിഡർ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു റേഡിയസ് വിച്ച് ഈസ് 20√2. അപ്പൊ 20√2 ഇൻറ്റു 20√2 എന്നെഴുതാം. 90 360 1/4 ആകും. ലെഫ്റ്റ് ഓവർ നമ്പറിനെ എഴുതിയാൽ 1/4 ഇൻറ്റു 3.14 ഇൻറ്റു 20 into 20 400 എന്നെഴുതാം. ഇൻറ്റു √2 into √2 which is 2. 400 ഉം 4 കൂടി ഡിവൈഡ് ചെയ്താൽ ഈ ഇവിടെ 1 എഴുതാം. ഇവിടെ നമുക്ക് 100 എന്ന് കിട്ടും. ഫൈനലി ആൻസർ വിൽ ബി 314 into 100 into 2 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള ഡെസിമല് ഒഴിവായി നമ്പർ 314 എന്നായി മാറും. into 2 which is 628 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 628 മൈനസ് 400 which is 228 centimeter square. That means ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ ആണ് 228 centimeter square. 14th question. AB and CD are respectively areas of two concentric circles of radii 21 cm and 7 cm at center O. If angle AOB is 30 degree, find the area of the shaded region. ഇവിടെ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ്, രണ്ട് സർക്കിളിന്റെയും, ഇത് ഒരു സർക്കിളിന്റെ ഒരു പാർട്ടാണ്, ഇത് വലിയ ഒരു സർക്കിളിന്റെ പാർട്ട്, രണ്ടിന്റെയും സെന്റർ O ആണ്, ഫോമിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി അറ്റ് ദ സെന്റർ. അപ്പോ രണ്ടിന്റെയും സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ സെക്ടർ ആംഗിൾ എന്ന് പറയുന്നത് 30 ആണ്. വലിയ സർക്കിളിന്റെ റേഡിയസ് 21 സെന്റിമീറ്ററും ചെറിയ സർക്കിളിന്റെ റേഡിയസ് 7 സെന്റിമീറ്ററുമായാൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് എടുത്തെഴുതാം. രണ്ട് റേഡിയസ് ഉള്ളതുകൊണ്ട് ക്യാപിറ്റൽ റേഡിയസ് 21 ആയും സ്മാൾ റേഡിയസ് 7 സെന്റിമീറ്ററുമായി എഴുതാം. സെക്ടർ ആംഗിൾ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ തീറ്റ ഈസ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ എഴുതാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ അല്ലെങ്കിൽ ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ലാർജ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മാൾ സെക്ടർ ഈസ് ഈക്വൽ ടു വലിയ സെക്ടറിന്റെ ഏരിയ θ/360 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് θ/360 ഇൻറ്റു പൈ സ്മാൾ ആർ സ്ക്വയർ. തീറ്റ ആംഗിൾ രണ്ടിനും കോമൺ ആയതുകൊണ്ട് 30 ഡിവൈഡഡ് ബൈ 360, പൈയും കോമൺ ആയിട്ട് നമുക്ക് ബ്രാക്കറ്റിന് പുറത്തെഴുതാം, ഇൻറ്റു 22/7 ബ്രാക്കറ്റിനുള്ളില് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്യുന്നു, 3/36 ഇൻറ്റു 22/7 ബ്രാക്കറ്റിനുള്ളില് ക്യാപിറ്റൽ ആർ 21 മൈനസ് 7, 21 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ. 336 വീണ്ടും ഡിവൈഡ് ചെയ്യാം, 112, അപ്പോ 1/12 ഇൻറ്റു 22/7 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അപ്പൊ 21 പ്ലസ് 7 ഇൻറ്റു 21 മൈനസ് 7. 12 22 അഗൈൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം, 6 2s are 12, 11 2s are 22, ലെഫ്റ്റ് ഓവർ നമ്പർ 1/6 ഇൻറ്റു 11/7 ഇൻറ്റു 21 പ്ലസ് 7 which is 28 ഇൻറ്റു 21 മൈനസ് 7 which is 14. 28 ഡിവൈഡ് ചെയ്യാം, 4 കിട്ടും. അഗൈൻ 6 4 ഡിവൈഡ് ചെയ്താൽ 2, ഇവിടെ 3 എഴുതാം. ലെഫ്റ്റ് ഓവർ നമ്പർ 11 ഇൻറ്റു 2 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 3 which is equal to 308 divided by 3 centimeter square. ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ ആണ് 308 divided by 3 centimeter square.
Question number 15. In the figure, ABC is a quadrant of circle of radius 14 centimeter and a semicircle is drawn with BC as diameter. Question A, B, C എന്ന ABC എന്ന ഈ ഒരു ക്വാഡ്രന്റ് അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റേഡിയസ് 14 സെന്റിമീറ്റർ, രണ്ട് സൈഡുകളും 40 സെന്റിമീറ്റർ ആണ്. ബിക്കോസ് എ ബി സി എന്ന ഈ ഒരു ക്വാഡ്രന്റ് 90 ഡിഗ്രി ആണെന്ന് എഴുതി വെക്കുകയും ചെയ്യാം. അപ്പോ ഇവിടെ 90 ഡിഗ്രി ആയത് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ആണോ ഒരു സെക്ടർ അല്ലെങ്കിൽ ഒരു ക്വാഡ്രന്റ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഇവിടെ പി എന്ന ഒരു പോയിന്റ് കൂടി മാർക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് എ ബി പി സി എന്ന ക്വാഡ്രന്റ് ആകുമ്പോൾ അത് ഈ ആംഗിൾ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ സെക്ടർ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ അല്ലെങ്കിൽ അതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ റേഡിയസ് എന്ന് പറയാം. ക്വാഡ്രന്റിന്റെ റേഡിയസ് ഈസ് 14 സെന്റിമീറ്റർ ആൻഡ് എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ബി സി ആസ് ഡയമീറ്റർ. ബി സി ഡയമീറ്റർ ആകത്തക്ക വിധത്തിൽ മറ്റൊരു സെമി സർക്കിൾ കൂടി ഇവിടെ വരച്ച് ചേർത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്യൂ എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ബി ക്യൂ പി എന്ന ഈ ഒരു സെമി സർക്കിൾ അതിന്റെ ഡയമീറ്റർ ബി സി ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ എത്രയാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് ഈ ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിച്ച് ഈ ക്വാഡ്രന്റിന്റെ ഏരിയ എ ബി പി സി കണ്ടുപിടിച്ചാൽ അതിൽ നിന്നും ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ ഇത്രയും സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ, ആ സെഗ്മെന്റിന്റെ ഏരിയ ഈ ഒരു സെമി സർക്കിളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. റേഡിയസ് ഓഫ് ദ സർക്കിൾ, റേഡിയസ് ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. ആദ്യം നമുക്ക് ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ക്വാഡ്രന്റ് എ ബി പി സി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. അവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ സെക്ടർ ആംഗിൾ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണ്. therefore 90 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് വിച്ച് ഈസ് 14 ആണ്. അപ്പൊ 14 ഇൻറ്റു 14 90 360 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/4 എന്ന് കിട്ടും. 7 14 ഇവിടെ 2 എന്ന് എഴുതാം. ലെഫ്റ്റ് ഓവർ നമ്പറുകൾ എടുത്തെടുക്കുന്നു. 22 ഇൻറ്റു 2 ഇൻറ്റു 14. ഈ 2ഉം 4ഉം കൂടി ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 കിട്ടും. ഈ 2ഉം 14ഉം കൂടി ഡിവൈഡ് ചെയ്താൽ 7 ലെഫ്റ്റ് വിത്ത് 22 ഇൻറ്റു 7 വിച്ച് ഈസ് 154 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ആ ക്വാഡ്രന്റിന്റെ ഏരിയ 154 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ബേസായും ഇത് ഹൈറ്റായും എടുത്താൽ ഏരിയ ട്രയാങ്കിൾ, ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഹാഫ് ബി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 14 ഇൻറ്റു 14 2 14 7 കിട്ടും. 14 ഇൻറ്റു 7 വിച്ച് ഈസ് 98 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ ഈ ഒരു ക്വാഡ്രന്റിന്റെയും ട്രയാങ്കിളിന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ എഴുതുന്നത് ഇങ്ങനെയാണ്. ഏരിയ ഓഫ് സെഗ്മെന്റ് ബി പി സി ഈസ് ഈക്വൽ ടു 154ൽ നിന്നും 98 സബ്ട്രാക്ട് ചെയ്യാം വിച്ച് ഈസ് 56 സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് മീൻസ് ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ 56 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ബി സി ഡയമീറ്റർ ആയി വരുന്ന സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ഈ സെഗ്മെന്റിന്റെ ഏരിയയായ 56 മൈനസ് ചെയ്താൽ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി റേഡിയസ് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോ ഇത് 14 ആണ്, ഇത് 14 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ബി സി ഇസ് ഈക്വൽ ടു root of AC square plus AB square, that is root of 14 square plus 14 square which is equal to root of 196 plus 196 which is equal to root of 392 is equal to, ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ ഒരു പെർഫെക്റ്റ് റൂട്ട് അല്ല, പക്ഷെ നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് അതിനെ 14√2 എന്ന് എഴുതാം. അത്രയും സെന്റിമീറ്റർ ആണ് ബി സിയുടെ ഫുൾ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് സെമി സർക്കിൾ
is equal to 14 root 2 divided by 2 which is equal to 7 root 2 centimeter എന്ന് എഴുതാം. അപ്പോ ഈ ഒരു സെമി സർക്കിളിന്റെ റേഡിയസ് 7 റൂട്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. സെമി സർക്കിൾ ആവുമ്പോൾ അത് 1/2 ഇൻറ്റു പൈ ആർ സ്ക്വയർ മീൻസ് സർക്കിളിന്റെ ഏരിയയുടെ ഹാഫ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത് ഒരേ എഫക്ട് തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 into 22/7 into radius which is 7 root 2 the whole square. 2 22 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 11 left with 1 into 11 into 7 in the square 49 into root 2 in the square 2 divided by 7. 7 49 ഡിവൈഡ് ചെയ്താൽ ഇവിടെ 7 എഴുതാം. ലെഫ്റ്റ് വിത്ത് 77 into 2 which is 154 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോ സെമി സർക്കിളിന്റെ ഏരിയ 154 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ എഴുതാം ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് സെഗ്മെന്റ് BPC which is equal to 154 minus ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു വെച്ച 56 which is equal to 98 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെയുള്ള ഈ ഷെയ്ഡ് ചെയ്ത ഇത്രയും ഭാഗത്തിന്റെ ഏരിയ, ഇത്രയും പോർഷന്റെ ഏരിയയാണ് 98 സെന്റിമീറ്റർ സ്ക്വയർ. 16th question. Calculate the area of the designed region in the figure common between two quadrants of circles of radius 8 സെന്റിമീറ്റർ ഈച്ച്. ക്വാഡ്രന്റിന്റെ റേഡിയസ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ABCD എന്ന സ്ക്വയറിന്റെ ഒരു സൈഡിന്റെയും ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. രണ്ട് ക്വാഡ്രന്റുകളെ ചേർത്ത് വെച്ചാണ് രണ്ടിനും കൂടി കോമൺ ആയി വരുന്ന ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ ഒരു ക്വാഡ്രന്റ് നമ്മൾ ഇവിടെ ഫോം ചെയ്യുന്നു. ഇതേ ഷേപ്പിലും മെഷർമെന്റ്സിലുമുള്ള മറ്റൊരു ക്വാഡ്രന്റ് അതിനെ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ഇത് രണ്ടും പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ഒരു ട്രയാങ്കിൾ, ആ ഒരു ട്രയാങ്കിളും ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഈ ഒരു ട്രയാങ്കിൾ, അത് രണ്ടും കൂടി ചേരുമ്പോൾ എക്സാക്ട് ഒരു സ്ക്വയർ ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും കൂടി ചേരുന്നതാണ് ഇവിടെയുള്ള ഷെയ്ഡഡ് പോർഷൻ. അപ്പോ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഇവിടെയുള്ള ഈ ഷെയ്ഡഡ് പോർഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഈ രണ്ട് ക്വാഡ്രന്റിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിച്ച് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് ക്വാഡ്രന്റിന്റെ ഏരിയ ആവും. ഇനി രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് രണ്ട് ക്വാഡ്രന്റിന്റെ ഏരിയയ്ക്ക് പകരം സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും മതിയാകും. അങ്ങനെ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അതിൽ ഈ രണ്ട് ട്രയാങ്കിൾ മാത്രം മതി സ്ക്വയർ. ആ സ്ക്വയറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഈ ഒരു ക്വാഡ്രന്റിന്റെയും ഈ ഒരു ക്വാഡ്രന്റിന്റെയും ഏരിയയിൽ നിന്നും സ്ക്വയറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഏരിയ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും കൂടെ ചേരുന്നതാണ്. അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഒഴിവാക്കിയാൽ പിന്നീട് വരുന്ന ഈ രണ്ട് പോർഷൻസ് ചേരുമ്പോൾ ഇവിടെയുള്ള ഈ ഷെയ്ഡഡ് പോർഷൻ ആയി. അപ്പോ ആദ്യം നമ്മൾ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു വിത്ത് വൺ സൈഡ് 8 സെന്റിമീറ്റർ. അതിനുശേഷം ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ആ ക്വാഡ്രന്റിന്റെ ഏരിയയിൽ നിന്ന് സ്ക്വയറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ രണ്ട് പോർഷനും കൂടി ചേരുമ്പോൾ ഇവിടെയുള്ള ഷെയ്ഡഡ് റീജിയൻ ആയി. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം: വൺ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ABCD is equal to A square which is 8 into square 64 centimeter square. ഇനി നമുക്ക് രണ്ട് ക്വാഡ്രന്റ് ആണ് ഇവിടെ ഉള്ളത്. രണ്ട് ക്വാഡ്രന്റിന്റെയും ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, രണ്ടും കൂടി ചേർത്ത് ഒന്നിച്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: ഏരിയ ഓഫ് 2 quadrants is equal to area of 1 semi സർക്കിൾ. രണ്ടിന്റെയും റേഡിയസ് സെയിം ആയതുകൊണ്ട്
ഏരിയ ഓഫ് വൺ സെമി സർക്കിൾ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഏരിയ, സെമി സർക്കിളിന്റെ ഏരിയ 1/2 into pi r square ആണ്, which is equal to 1/2 into 22/7 into radius 8 ന്റെ സ്ക്വയർ 8 into 8. 2 ഉം 22 കൂടെ ഡിവൈഡ് ചെയ്യാം, 11 കിട്ടും. ലെഫ്റ്റ് വിത്ത് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 11 into 64 which is equal to 704 divided by 7. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ രണ്ട് ക്വാഡ്രന്റിന്റെ ഏരിയ. നമുക്കിനി ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാം. Therefore, area of the shaded region is equal to area of two quadrant minus area of square is equal to 704 divided by 7 minus 64 divided by 1. ഡിനോമിനേറ്റർ 7 ആയിട്ട് എടുക്കാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 704 മൈനസ് 448 ഈസ് ഈക്വൽ ടു 256 ഡിവൈഡഡ് ബൈ 7 സെന്റിമീറ്റർ സ്ക്വയർ.